Hi students, today we are going to discuss about one of the very important theories in social development, that is Erikson's theory of psychosocial development. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്? വി വർ ഡിസ്കസിങ് അബൌട്ട് വാട്ട് ഈസ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ആൻഡ് വി ഓൾസോ ഡിസ്കസ്ഡ് അബൌട്ട് the social developments that happens during infancy. So today we will be discussing about Erikson's theory of psychosocial development, which is a very important theory in social development. So first we want to understand what is psychosocial development. ആദ്യം നമ്മൾ ഈ ഒരു തിയറിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ നമുക്ക് എന്തറിയണം, എന്താണ് സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്നറിയണം. So psychosocial development is the development of the personality, including the acquisition of social attitudes and skills from infancy through maturity. So സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജസിൽ വി ആർ അക്വയറിങ് സോഷ്യൽ സ്കിൽസ്, സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സ്, നമ്മൾ സോഷ്യലായിട്ടുള്ള കുറേ എലമെൻറ്റ്സ് നമ്മൾ അക്വയർ ചെയ്തെടുക്കുകയാണ് ത്രൂ മെച്യൂരിറ്റി ഫ്രം അവർ infancy to later stages of development. So psychosocial development എന്തായിരുന്നു? Psychosocial development is the development of personality, including the acquisition of social attitudes and skills through maturity. Now it was actually proposed by a famous ego psychologist, that is Erik Erikson. Erik Erikson was an ego psychologist and who developed one of the most popular and influential theory of development, while his theory was impacted by psychoanalytic theory by Sigmund Freud. ഈ ഒരു തിയറി വന്നത് ആക്ച്വലി സൈക്കോ അനലിറ്റിക് തിയറി അതിൻ്റെ ബേസ് ആയിട്ടാണ് വന്നത്. ഹി വാസ് concentrating on the studies of Sigmund Freud, and later he made a theory centered on സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റ്. ആക്ച്വലി ഫ്രോയിഡിൻ്റെ തിയറി എന്തിൻ്റെ ബേസിലായിരുന്നു? കൂടുതൽ സെൻറ്റർ ചെയ്തിരുന്നത് എന്തിനായിരുന്നു? സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റിനെ ആയിരുന്നു. ബട്ട് ഹിയർ എരിക്സൺ ഈസ് കോൺസെൻട്രേറ്റിംഗ് മോർ ഓൺ സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റ്. ഇനി സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റ് അദ്ദേഹം പറഞ്ഞത് മെയിനായിട്ട് ഇറ്റ് ഹാപ്പൻസ് ത്രൂ 8 സ്റ്റേജസ്. 8 സ്റ്റേജസിലൂടെയാണ് ഇത് നടക്കുക എന്നാണ് എറിക് എരിക്സൺ പറഞ്ഞത്. നമുക്ക് ഏതൊക്കെയാണ് സ്റ്റേജസ് എന്നുള്ളതൊന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റേജസ് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. സെക്കൻഡ് സ്റ്റേജസ് ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. സ്റ്റേജ് 3 ഈസ് ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്. സ്റ്റേജ് 4 ഈസ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. സ്റ്റേജ് 5 ഈസ് ഐഡൻറ്റിറ്റി വേഴ്സസ് കൺഫ്യൂഷൻ. സ്റ്റേജ് 6 ഈസ് intimacy versus isolation. Stage 7 is generativity versus stagnation. Stage 8 is integrity versus despair. ആൻഡ് ഇപ്പം നമുക്ക് 8 സ്റ്റേജസ് മനസ്സിലായില്ലേ? ഏതൊക്കെയാണ് 8 സ്റ്റേജസ് എന്നാണ് നമ്മൾ നോക്കിയത്. ഇനി നമ്മൾ എന്തൊക്കെയാണ് ഈ ഓരോ സ്റ്റേജസിലും എറിക്സൺ നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. വാട്ട് ഓൾ തിങ്സ് ഇൻക്ലൂഡഡ് ഇൻ ഈച്ച് സ്റ്റേജ്, ആൻഡ് വി ഓൾസോ വാണ്ട് ടു നോ ദാറ്റ് what is the age we have this, we will be passing through these stages. നമുക്ക് ഏതൊക്കെ എത്ര വയസ്സാകുമ്പോഴാണ് ഈ സ്റ്റേജസ് ഒക്കെ ഉണ്ടാവുക, സ്റ്റേജ് 1 ഏത് ഏജ് പീരീഡിലാണ് ഉണ്ടാവുക, ഇതൊക്കെ നമുക്ക് നോക്കണം. ആൻഡ് Erikson was interested in how social interaction and relationships played role in the development. So he was eagerly searching or studying to understand how social interaction influence development or growth of human beingനെയൊക്കെ എങ്ങനെയാണ് ഈ സോഷ്യൽ ഇൻട്രാക്ഷനും റിലേഷൻഷിപ്സും ഒക്കെ എഫക്റ്റ് ചെയ്യുന്നത്, എന്തെങ്കിലും പ്രത്യേകം റോൾ ഉണ്ടോ? ആൻഡ് ഹി ഫൗണ്ട് ദാറ്റ് ഇൻ ഈച്ച് സ്റ്റേജ് ദീസ് പീപ്പിൾ എക്സ്പീരിയൻസ് എ കോൺഫ്ലിക്റ്റ് ദാറ്റ് സെർവ് ആസ് എ ടേണിംഗ് പോയിന്റ് ഇൻ ഡെവലപ്മെൻറ്റ്. അപ്പം എരിക്സൺ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? എരിക്സൺ പറഞ്ഞത് ഓരോ സ്റ്റേജിലൂടെ, നേരത്തെ നമ്മൾ പറഞ്ഞ 8 സ്റ്റേജസ് ഉണ്ട്, അപ്പോൾ ഓരോ സ്റ്റേജസിലൂടെയും ഹ്യൂമൻ ബീയിങ്സ് പാസ് ചെയ്ത് പോകുമ്പോൾ ദേ ഫേസ് കോൺഫ്ലിക്ട്സ്, ആൻഡ് ദീസ് കോൺഫ്ലിക്ട്സ് ആർ ആക്ച്വലി കൺസിഡേർഡ് ആസ് ദ ടേണിംഗ് പോയിന്റ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഓൺലി ഇഫ് ദേ effectively deal this conflict, it can make essential development, and it can also make a strong sense of self.
അപ്പോൾ ഓരോ സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോഴും എന്തുണ്ടാവും, ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. ഈ കോൺഫ്ലിക്ട്സിനെ എങ്ങനെയാണോ ഒരു ഇൻഡിവിജ്വൽ ഓവർകം ചെയ്യുന്നത് അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്നത് എന്ന ബേസിസിലായിരിക്കും നമ്മുടെ ഡെവലപ്മെൻറ്റിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് പറയുക എന്നാണ് എറിക്സൺ പറഞ്ഞത്. എറിക്സൺ അപ്പോൾ എന്താണ് പറഞ്ഞത്, എയ്തർ ദർ വിൽ ബി എ ഡെവലപ്പിംഗ് psychological quality or there will be a failure in the development quality. If a person successfully deal with the conflict, successfully ആയിട്ട് ഒരു കോൺഫ്ലിക്റ്റിനെ ഡീൽ ചെയ്യുന്ന വ്യക്തി എങ്ങനെയായിരിക്കും, they emerge from a stage with psychological strength. They will be having a high psychological strength for the rest of their life. In all the stages of their life they will be having a strong psychological strength. And what happens if there is a failure? If a person fail, he will not develop a essential skill needed for strong sense of self. And now let us go through the first stage. നമുക്ക് ഫസ്റ്റ് സ്റ്റേജിലോട്ടൊന്ന് പോവാം. എന്താണ് ഫസ്റ്റ് സ്റ്റേജ്? വാട്ട് വാസ് ഇറ്റ്? ഇറ്റ് ഈസ് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. ട്രസ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ലേ, വിശ്വാസം. സോ ദർ ഈസ് സംതിങ് റിലേറ്റഡ് ടു ട്രസ്റ്റ്. ഒരു വിശ്വാസമുണ്ട്. എന്താണ് അപ്പോൾ വിശ്വാസത്വം വിശ്വാസമില്ലായ്മയ്ക്കും നമ്മുടെ ഡെവലപ്മെൻറ്റിന് റോളുള്ളത്? എന്താണ് എറിക്സൺ പറഞ്ഞത് എന്നുള്ളത് ലെറ്റ്സ് ഹാവ് എ ലുക്ക് ഇൻ ടു ഇറ്റ്. The first stage of Erikson theory of psychosocial development occurs between birth and 1 year of age. So the duration of stage 1 is birth to 1 year of age, and it is a most fundamental stage in life. It is the most fundamental stage in one's life because an infant is utterly depending on the caretaker. അല്ലേ, ഈ ഒരു ഏജിൻ്റെ പ്രത്യേകത എന്താണ്? A small newborn baby till his year of 1 he will be completely depending on his caregivers. മദേഴ്സിനെ ആവാം അല്ലെങ്കിൽ ചൈൽഡിൻ്റെ കെയർ ഗിവറിനെ ടോട്ടലി ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു കുട്ടികളുടെ കാലഘട്ടം ഉണ്ടാവുക. സോ at this point of development they will be more dependent on their adult caregivers for everything. എന്തിനും each and everything will be under the control of their caregivers and they will be depending on their caregivers. നമ്മൾ കാണുന്നതാണല്ലേ, നമ്മുടെ ഫാമിലിയിലൊക്കെ ന്യൂ ബോൺസ് ഉണ്ടാകുമ്പോൾ ഇങ്ങനെയാണ് അവരുടെ കെയർ ഗിവേഴ്സ് നമ്മുടെ കുട്ടികളെയൊക്കെ കെയർ ചെയ്യുന്നത്. ദേ വിൽ ബി അവരുടെ സർവൈവലിന് വേണ്ട കാര്യങ്ങളൊക്കെ വി ആർ പ്രൊവൈഡിങ് അല്ലേ. ഒരു കെയർ ഗിവർ അല്ലെങ്കിൽ മദറാണ്, ഷി ഫീഡ്സ് ഹർ ബേബി, ഷി ഗിവ് ഫുഡ്, ഷി ഗിവ് ലവ്, ഒരു വാംത്ത് ഉണ്ട്, ഒരു സേഫ്റ്റിനെസ് ഫീലിംഗ് ഉണ്ട്. ഷി വിൽ ബി നർച്ചറിങ് അല്ലേ, വളർത്തിക്കൊണ്ടുവരികയാണ്. എല്ലാ നീഡും സാറ്റിസ്ഫൈ ചെയ്ത് കൊടുത്ത് കുട്ടി കരയുമ്പോൾ കുട്ടിക്ക് പറയാൻ പറ്റുമോ ഐ എം ഹംഗ്രി? ഇല്ല. കുട്ടി കരയുമ്പോൾ എന്താണ്, ദാറ്റ് ദ കെയർ ഗിവർ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് വൺ ഇസ് സം ഓർ അനദർ നീഡ്, എന്തോ ഒരു നീഡ് ഉണ്ടെന്നുള്ളത് കെയർ ഗിവറിന് മനസ്സിലാവും. സോ ദിസ് കെയർ ഗിവർ വിൽ ബി കമ്മിങ് ആൻഡ് trying to satisfy these needs. What happens if the caregiver fails to provide this adequate care? ഈ ഒരു അഡിക്വേറ്റ് ആയിട്ടുള്ള കെയറും ലവും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? വാട്ട് ഹാപ്പൻസ്? ഒബ്വിയസ്ലി there won't be a good relationship. There won't be a good relationship formation അവിടെ ഉണ്ടാവില്ല. There won't be any trust. അവിടെയാണ് ട്രസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. എനിക്ക് എന്തെങ്കിലും നീഡ് വന്നാൽ there is someone to serve for me, do it for me എന്നുള്ള ആ ഒരു ട്രസ്റ്റാണ് ആക്ച്വലി കുട്ടികൾ ഡെവലപ്പ് ചെയ്യുക. എപ്പോൾ ഈ കെയർ ഗിവർ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ. ഇനി അവിടെ ഒരു ഫെയിലിയർ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? they won't be having any trust in their caregivers. അവർക്ക് മനസ്സിലാവും എന്താണ്, they won't be providing me this adequate care and love. So the child will come to feel that they cannot trust or depend on adults in their life. അപ്പോൾ അവരെന്താണ് പറയുക, മനസ്സിലാക്കാതിൽ നിന്ന് എനിക്ക് എൻ്റെ കാര്യത്തിന് ഇവരെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല എന്നാണ്. അവിടെ ഒരു ഫെയിലിയർ ഉണ്ടെങ്കിൽ, അവിടെ കെയർ ഗിവിങ്ങിന് ഒരു ഫെയിലിയർ ഉണ്ടെങ്കിൽ ഈ കുട്ടികൾ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ പഠിച്ചെടുക്കുക. പക്ഷേ വാട്ട് ഹാപ്പൻസ് ഇഫ് വി ആർ ഗിവിങ് ദം ദിസ് ലവ്, വാംത്ത് ആൻഡ് ഓൾ ദെയർ നെസസറി തിങ്സ് when they require it? അവർക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ ഇതെല്ലാം കൊടുക്കുമ്പോൾ എന്താണ്, they feel our warmth, our love. അവർക്കെല്ലാം മനസ്സിലാവില്ലേ, they will be having a trust in their
കെയർ ഗിവേഴ്സ്. എന്തൊക്കെ ഔട്ട്കംസ് ആണുള്ളത് നോക്കാം. ഇങ്ങനെയുള്ള സ്റ്റേജിൽ ഞാൻ പറഞ്ഞ പോലെ ഫെയിലിയർ ഉണ്ടായാലും സക്സസ്ഫുള്ളി ആയിട്ട് ഒരു ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്താലും എന്തൊക്കെ ഔട്ട്കംസ് ആണുള്ളത്. ഫസ്റ്റ് ഔട്ട്കം ഇസ് ഇഫ് എ ചൈൽഡ് സക്സസ്ഫുള്ളി ഡെവലപ്പ് ട്രസ്റ്റ്, എ ചൈൽഡ് വിൽ ഫീൽ സേഫ് ആൻഡ് സെക്യൂർ ഇൻ ദ വേൾഡ്. ഈ ഒരു കുട്ടിക്ക് എന്താ ഉണ്ടാവുക? ഒരു സേഫ് ആൻഡ് സെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാവും. Caregiver who are inconsistent, emotionally unavailable or rejecting contribute feeling of mistrust. ഇനി കെയർ ഗിവർ ഒരു നല്ലൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല, ഇമോഷണലി കുട്ടികൾ ആവശ്യമുള്ളപ്പോൾ കുട്ടികൾക്ക് കിട്ടുന്നില്ല, they are not getting the love and warmth from their caregiver, what happens? Obviously there will be a mistrust development. അവിടെ ഒരു വിശ്വാസമില്ലായ്മയാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. And what is the third outcome? Failure to develop trust will result in fear and a belief that the world is inconsistent and unpredictable. This is the third one, is the very important outcome if we fail to develop a trust. ഒരു ട്രസ്റ്റ് അവിടെ ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വരുന്ന കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ വരുന്ന അടുത്ത സ്റ്റേജസിലൊക്കെ എന്താ സംഭവിക്കുക? ദേ ഡെവലപ്പ് ഫിയർ. അവർക്ക് പേടിയായിരിക്കും, എന്തോ ഏത് കാര്യത്തിനും അവർക്ക് പേടിയായിരിക്കും ഉണ്ടാവുക. ദേ വോണ്ട് ഹാവ് ബിലീഫ് ഇൻ എനി വൺ. അവരൊന്നിനും വിശ്വസിക്കില്ല. നമ്മൾക്ക് അങ്ങനെ നമ്മളെന്താ പറയുക, നോക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള എക്സാമ്പിൾസിനെ കാണാൻ കഴിയും. ചില ആൾക്കാരുണ്ടാവും എന്ത് ചെയ്യാനും പേടിയാണ്, എന്തൊരു കാര്യം ഇനീഷ്യേറ്റ് ചെയ്യാനും പേടിയാണ്. ദേ ഫിയർ ടു ഡു എനിത്തിങ് ഇൻ ദെയർ ലൈഫ്, to start anything, to tell anything, and also they won't be having a trust in anyone. അവരാരെയും വിശ്വസിക്കില്ല, കാരണം they feel that this world is inconsistent, അതിനൊരു സ്ഥിരതയൊന്നുമില്ല, and also we cannot predict the behaviors of others. അങ്ങനെ ഒരു ഡെവലപ്മെൻ്റ് ആയിരിക്കും കുട്ടികൾക്ക് ഉണ്ടാവുക. കുട്ടികൾ കാര്യങ്ങൾ ഈ ഒരു രീതിയിലായിരിക്കും മനസ്സിലാക്കി എടുത്തിട്ടുണ്ടാവുക. ഇനി നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് പഠിച്ചു. ഇനി നമ്മൾ എന്താണ് സെക്കൻഡ് സ്റ്റേജ് എന്താണെന്ന് കൂടെ നോക്കാം. സെക്കൻഡ് സ്റ്റേജ് ഇസ് ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. സെക്കൻഡ് സ്റ്റേജ് ഓഫ് എറിക്സൺസ് തിയറി ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ടേക്സ് പ്ലേസ് ഡ്യൂറിങ് ഏർലി അഡൽട്ട്ഹുഡ്. ഇതെവിടെയാണ്? 1 years അല്ല, ഏർലി അഡൽട്ട്ഹുഡ് എന്നാണ് തുടങ്ങുന്നത്. ആൻഡ് ഇറ്റ് ഈസ് മോർ ഡെവലപ്പ് ഫോക്കസിങ് ഓൺ ദ പേഴ്സണൽ കൺട്രോൾ. എത്രത്തോളം കുട്ടിക്ക് സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യങ്ങൾ, സ്വന്തം കാര്യങ്ങളെ എങ്ങനെ ഫോക്കസ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ഈ ഒരു ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡെവലപ്പിൽ പഠിക്കുന്നത്. അതിൽ തന്നെ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് റോളുകളാണ് റോൾ ഓഫ് ഇൻഡിപെൻഡൻസ്. റോൾ ഓഫ് ഇൻഡിപെൻഡൻസ് എന്താ? കുട്ടികൾ ഈ ഒരു പോയിൻ്റ് ഓഫ് ഡെവലപ്മെൻറ്റിൽ അവരുടെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടോ? വെദർ ദേ ആർ ഏബിൾ ടു ടേക്ക് സിമ്പിൾ ഡിസിഷൻസ് എടുക്കാൻ കഴിയുന്നുണ്ടോ? അവർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ആക്ഷൻസിൻ്റെ ഡിസിഷൻസ് എടുക്കാൻ കഴിയുന്നുണ്ടോ? അവർക്ക് ചോയ്സസ് ഉണ്ടോ? പ്രിഫർ ബിറ്റ്വീൻ വൺ ആൻഡ് അതർ പ്രിഫറൻസ് ഉണ്ടോ? അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇതിനൊക്കെ ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇതിലും നമ്മൾ പറഞ്ഞ പോലെ പാരൻസിനും കെയർ ഗിവേഴ്സിനുമാണ് കൂടുതൽ റോൾ ഉള്ളത്. ദിസ് ഈസ് ദ പാരൻസ് ആൻഡ് കെയർ ഗിവേഴ്സ് who helps the child in this sense of autonomy. And let us look what is the next role. Next one is ഈ ഒരു ഏജിലാണ് നമ്മൾ പോട്ടി ട്രെയിനിങ്, അതായത് 1 to 3 years ആണ് നമ്മൾ ഈ പറയുന്ന ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. സോ ഈ സമയത്തൊക്കെ നമ്മൾ കുട്ടികളെ ശീലിപ്പിക്കേണ്ട ഒരു കാര്യമാണ് പോട്ടി ട്രെയിനിങ് എന്നൊക്കെ പറയുന്നത്, അതായത് ടോയ്ലറ്റ് ട്രെയിനിങ്. ഇതൊരു എന്താ പറയുക, നമ്മൾ കുട്ടികൾ വിശക്കുമ്പോഴേക്കും കുട്ടികൾ കരയാനും ഭക്ഷണം ചോദിക്കാനും ഒക്കെ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ കുട്ടികൾക്ക് എന്തിൻ്റെ ഒരു കാര്യമാണ് ട്രെയിനിങ് വേണ്ടി വരിക? അവരുടെ പേഴ്സണൽ കൺട്രോൾ. അതായത് അവർക്ക് എന്തെങ്കിലും ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് ഉണ്ടെങ്കിൽ ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുത്താലാണ് അവർക്ക് അറ്റ് ദ ടൈം ഓഫ് എമർജൻസി, അല്ലേ, അവർക്ക് ഇതേപോലെ ടോയ്ലറ്റ് യൂസിങ്ങിൻ്റെ എമർജൻസി ഒക്കെ ഉണ്ടെങ്കിൽ they can manage the thing, they can inform their parents. നമ്മൾ പ്രോപ്പർ ട്രെയിനിങ് കൊടുത്താൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് എന്തുണ്ടാവുള്ളൂ? ഡെവലപ്പ് ഉണ്ടാവുള്ളൂ. സോ potty training plays an important role in helping children to develop a sense of autonomy. സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഓട്ടോണമി എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രോയിഡിനെ പോലെ തന്നെ എറിക്സണും ബിലീവ് ചെയ്തിരുന്നത് എന്താണ്?
ടോയ്ലറ്റ് ട്രെയിനിങ്ങിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് ഡെവലപ്മെൻറ്റിന്. നമ്മൾ പറയും അയ്യേ എന്തിനാ ഈ ടോയ്ലറ്റ് ട്രെയിനിങ്ങിൻ്റെ കാര്യം ഇവിടെ പറയുന്നത്, പക്ഷേ അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം കുട്ടികൾ ഇൻഡിപെൻഡൻ്റായി അവർക്ക് അവരുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ കഴിയും, അവരുടെ ടോയ്ലറ്റ് നീഡ്സ് കൺട്രോൾ ചെയ്യാൻ കഴിയും എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ പറയുമ്പോൾ. അതായത് നമ്മുടെ ബോഡി ഫങ്ഷൻസിനെയും നമ്മുടെ ഫീലിങ്ങിനെ, ബോഡിയിൽ വരുന്ന മാറ്റങ്ങളൊക്കെ ഫീൽ ചെയ്യാനും അതിനെ സെൻസ് ചെയ്യാനും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡീൽ ചെയ്യാനും ഒക്കെ ആർക്ക് കഴിയണം, ഈ കുട്ടികൾക്ക് കഴിയണം. സോ they will be having ഞാൻ പറഞ്ഞില്ലേ പ്രിഫറൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഏത് ഫുഡ് വേണം, ഏത് ഫുഡ് വേണ്ട, ഫുഡ് ചോയ്സസിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ടോയ്, ഈ ഒരു കളിപ്പാട്ടത്തിൽ കൊണ്ട് കളിക്കണോ, ആ കളിപ്പാട്ടം മതിയോ എന്നുള്ളതിലൊക്കെ ഇവർക്ക് പ്രിഫറൻസ് ഡെവലപ്പ് ചെയ്യണം. ആദ്യം ഇൻഫൻ്റ് ആയിരിക്കുന്ന സമയത്ത് എന്താ, കെയർ ഗിവർ ഏത് വസ്ത്രമാണോ എടുത്ത് കൊടുക്കുന്നത് അത് അവർ എടുത്ത് നടക്കൂല്ലേ, വിട്ട് നടക്കും. സോ അങ്ങനെയല്ല, ഈ ഒരു ഏജ് ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മതി, വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ അവർക്ക് ഉണ്ടാവുക. എനിക്ക് ഈ ഡ്രസ്സ് വേണ്ട, എനിക്ക് ആ ഡ്രസ്സ് മതി എന്ന് കുട്ടികൾ പറയും അല്ലേ. വെൻ ദേ സ്റ്റാർട്ട് ടോക്കിംഗ് ഇറ്റ്സെൽഫ് വിത്ത് ദെയർ ലിമിറ്റഡ് വേർഡ്സ് വെച്ചിട്ടെങ്കിലും അവരുടെ പ്രിഫറൻസ് നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ട് നോക്കും. സോ നമ്മൾ എന്തൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്, 2 സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റിൽ വരുന്ന സ്റ്റേജസിനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ആൻഡ് ലെറ്റ്സ് ലുക്ക് വാട്ട് ഈസ് ദ ഔട്ട്കം. എന്ത് ഔട്ട്കമാണ് ഈ സ്റ്റേജിനുള്ളത് എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ചിൽഡ്രൻ ഹു സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ദിസ് സ്റ്റേജ് ഫീൽ സെക്യൂർ ആൻഡ് കോൺഫിഡൻറ്റ്. അവർ സെക്യൂർഡ് ആയിരിക്കും, അതേപോലെ തന്നെ കോൺഫിഡൻ്റ് ആയിരിക്കും. ഇപ്പോൾ പുറത്ത് എന്തെങ്കിലും അത്യാവശ്യത്തിന് പോകണമെങ്കിൽ ദേ ക്യാൻ ഡീൽ ദെയർ തിങ്സ് കോൺഫിഡൻ്റ്ലി. അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ കഴിയും. ആൻഡ് ദേ വോണ്ട് ബി ഹാവിങ് എനി സെൻസ് ഓഫ് ഇൻഅഡീക്വസി ഓർ സെൽഫ് ഡൗട്ട്. അവർക്ക് ഡൗട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി ഇങ്ങനെയുള്ള ഡെവലപ്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് എങ്ങനെയായിരിക്കും, എല്ലാ കാര്യത്തിലും ഷെയിമായിരിക്കും, ഡൗട്ടായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞു ടോയ്ലറ്റ് ട്രെയിനിങ് പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, കുട്ടികൾക്ക് ആ ഒരു നീഡ് വന്നാൽ, അങ്ങനെയുള്ള ടോയ്ലറ്റിൽ പോകേണ്ട ഒരു ആവശ്യം വന്നാൽ കുട്ടികൾക്ക് പറയാൻ മടിയായിരിക്കും, എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയില്ല. അപ്പം ഈ ഫീൽ ഡിഫിക്കൽട്ട് അല്ലേ, അവർക്ക് ആദ്യം ബുദ്ധിമുട്ടുകളുണ്ടാവും. എന്നിട്ട് ഇതെല്ലാം ഫെർദർ ആയിട്ടുള്ള അവരുടെ ഓരോ ഡെവലപ്മെൻറ്റിനെയും ഈ ഷെയിം ഡൗട്ട് എന്നുള്ളതൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കും മാറി വന്ന് കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറുകയാണ് ചെയ്യുക. സോ നമ്മൾ ഇന്ന് 2 സ്റ്റേജസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക, എന്നിട്ട് 2 സ്റ്റേജും നന്നായിട്ട് മനസ്സിലാക്കുക. ഇനി നമ്മൾ ബാക്കിയുള്ള സ്റ്റേജസ് നെക്സ്റ്റ് ക്ലാസ്സിൽ we will discuss in next class. Today I am only discussing these 2 stages, so read and study it well, and you can contact me if you have any doubt. Okay, thank you.